ജോലിസ്ഥലത്തോ കോളേജിലോ ആരെങ്കിലും നിങ്ങളെ കുറച്ചു നേരം നോക്കുന്നതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും മറ്റുള്ളവരേക്കാൾ അല്പം കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ മുറിയിൽ പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് നിശബ്ദമാകുമോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, മിക്ക രഹസ്യ പ്രണയങ്ങളും ഫ്ലേർട്ടിംഗ് ആയി കാണിക്കില്ല. അവ പാറ്റേണുകളായി കാണിക്കുന്നു. ഇന്ന് നമുക്ക് സ്വയം ലജ്ജിക്കാതെയോ സിഗ്നലുകൾ തെറ്റായി വായിക്കാതെയോ മനഃശാസ്ത്രവും സൂക്ഷ്മമായ നിരീക്ഷണവും ഉപയോഗിച്ച് ഒരു മറഞ്ഞിരിക്കുന്ന പ്രണയം എങ്ങനെ കണ്ടെത്താമെന്ന് പരിശോധിക്കാം. ജോലിസ്ഥലത്തോ കോളേജിലോ ആളുകൾ ആകർഷണം തുറന്ന് പ്രകടിപ്പിക്കുന്നത് വളരെ അപൂർവമാണ്. നിരസിക്കപ്പെടുമോ എന്ന ഭയം, പ്രൊഫഷണലിസം, സാമൂഹിക സമ്മർദ്ദം ഇതെല്ലാം വികാരങ്ങളെ മറച്ചുവെക്കാൻ പ്രേരിപ്പിക്കുന്നു. അതിനാൽ ഇവിടെ വാക്കുകൾക്ക് പകരം ശരീരം സംസാരിക്കുന്നു. അവരുടെ പെരുമാറ്റം മാറുന്നു. അവരുടെ ഊർജത്തിൽ മാറ്റം കാണുന്നു. ആവർത്തിച്ചു വരുന്ന ചെറിയ പ്രവൃത്തികൾ വലിയ വികാരങ്ങൾ വെളിപ്പെടുത്തുന്നു. ഈ വീഡിയോയിൽ ഒരു രഹസ്യ പ്രണയത്തിൻ്റെ ഏറ്റവും വിശ്വസനീയമായ മാനസിക ലക്ഷണങ്ങളെയാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഊഹങ്ങളല്ല, സിനിമ ഫാൻറ്റസികളുമല്ല, എന്നാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന യഥാർത്ഥ സൂചനകൾ നമുക്ക് പരിശോധിക്കാം. നമസ്കാരം, ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ വിശദാംശങ്ങൾ അവർ ശ്രദ്ധിക്കുന്നു. ഒരു മറഞ്ഞിരിക്കുന്ന പ്രണയത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിലൊന്ന് വിശദാംശങ്ങളിലേക്കുള്ള ശ്രദ്ധയാണ്. അവർ ഓർക്കുന്നുണ്ടാകും, നിങ്ങൾ എങ്ങനെയാണ് ഒരു കോഫി കുടിക്കുന്നത്, ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ നടത്തിയ ഒരു സാധാരണ അഭിപ്രായ പ്രകടനം, നിങ്ങളുടെ വസ്ത്രധാരണത്തിലും രൂപത്തിലും വന്നിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ. ഇങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവർ ഓർക്കുന്നുണ്ടാകും. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ നമ്മൾ വൈകാരികമായി ആകർഷിക്കപ്പെടുന്ന ആളുകൾക്ക് മസ്തിഷ്കം അധിക പ്രാധാന്യം നൽകുന്നു. അതിനാൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ വിശദാംശങ്ങൾ ഓർമ്മിക്കുന്നത് അത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. അവർ ശ്രമിക്കാതെ തന്നെ ഓർമ്മിക്കുന്നത് അത് വൈകാരിക താൽപ്പര്യത്തിൻ്റെ അടയാളമാണ്. ഇനി അടുത്ത ലക്ഷണം നോക്കാം. 2. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ മാത്രമേ അവരുടെ പെരുമാറ്റം മാറുന്നുള്ളൂ. മറ്റുള്ളവരോട് അവർ എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നിരീക്ഷിക്കുക. അവർ അല്പം പരിഭ്രാന്തരാകുന്നുണ്ടോ, വേഗത്തിൽ സംസാരിക്കുന്നോ അതോ പതുക്കെ സംസാരിക്കുന്നോ, പെട്ടെന്ന് കൂടുതൽ തമാശ പറയുകയോ അതോ അസാധാരണമാം വിധം നിശബ്ദനാകുകയാണോ? ഒരു മറഞ്ഞിരിക്കുന്ന പ്രണയം വൈകാരികമായ സ്വയം അവബോധം സൃഷ്ടിക്കുന്നു. ആ വ്യക്തി ആത്മവിശ്വാസമുള്ളതായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ യുക്തിക്ക് അത് നിയന്ത്രിക്കാൻ കഴിയുന്നതിന് മുമ്പ് അവരുടെ ശരീരം പ്രതികരിക്കുന്നു. ഈ വ്യത്യാസം ഏറ്റവും ശക്തമായ ലക്ഷണങ്ങളിൽ ഒന്നാണ്. പ്രണയത്തിനെക്കുറിച്ച് അത് മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് വിശദമായി ഇതിനു മുമ്പും പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടെ പോയി കാണുക. വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. 3. അവർ നിങ്ങളുടെ അടുത്തായിരിക്കാൻ ചെറിയ കാരണങ്ങൾ കണ്ടെത്തുന്നു. രഹസ്യ പ്രണയങ്ങളുള്ള ആളുകൾ വ്യക്തമായ നീക്കങ്ങൾ ഒഴിവാക്കുന്നു. പക്ഷേ സാമീപ്യം അവർക്ക് ആശ്വാസം നൽകുന്നു. അവരിൽ നിന്നും ഇനി പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാം. വിശദീകരണമില്ലാതെ നിങ്ങളുടെ അടുത്ത് ഇരിക്കുക. ഒരേ ജോലിസ്ഥലമോ പഠനസ്ഥലമോ തിരഞ്ഞെടുക്കുക. യാദൃച്ഛികമായി ഒരേ വഴിയിലൂടെ നടക്കുക. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ പ്രണയം സംഭാഷണമില്ലാതെ പോലും ശാന്തതയും പരിചയവും പുറത്തുവിടുന്നു. സാമീപ്യം ആവർത്തിച്ച് സംഭവിക്കുകയാണെങ്കിൽ അത് യാദൃച്ഛികമല്ല. 4. നീണ്ടു നിൽക്കുന്ന നേത്രസമ്പർക്കം. നേത്രസമ്പർക്കം ശക്തമാണ്, നിയന്ത്രിക്കാൻ പ്രയാസമാണ്.
ഒരു രഹസ്യ പ്രണയത്തിൽ പലപ്പോഴും ഇനി പറയുന്ന കാര്യങ്ങൾ കാണപ്പെടുന്നു. അവർ നിങ്ങളെ ഇടയ്ക്കിടെ നോക്കും, അല്പം കൂടുതൽ നേരം കണ്ണിൽ നോക്കും, അല്ലെങ്കിൽ കണ്ണിൻ്റെ സമ്പർക്കം കൂടുതൽ നേരം നിലനിർത്തും. അവർ നോക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വേഗത്തിൽ മറ്റൊരിടത്തേക്ക് തിരിഞ്ഞു നോക്കുക. ആകർഷണം ഡോപ്പമൈൻ സൃഷ്ടിക്കുന്നതിനാലാണ് നോട്ടവും തിരിഞ്ഞു നോട്ടവും സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഭയം സ്വയം സംരക്ഷണം സൃഷ്ടിക്കുന്നു. അതിനാൽ കണ്ണുകൾ താൽപ്പര്യം വെളിപ്പെടുത്തുന്നു, തലച്ചോറ് ഉടനടി അത് മറക്കുന്നു. 5. അവർ നിങ്ങളുടെ മാനസികാവസ്ഥയോട് ശക്തമായി പ്രതികരിക്കുന്നു. ഇനി പറയുന്ന സന്ദർഭങ്ങളിൽ അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ മാനസിക സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ, നിങ്ങൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ, നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്നും അകന്നിരിക്കുമ്പോൾ, ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം രഹസ്യമായി പ്രണയമുള്ള ഒരാൾ നിങ്ങളുടെ അവസ്ഥയുമായി വൈകാരികമായി പൊരുത്തപ്പെടുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥ അവരുടെ ഊർജത്തെ ബാധിക്കുന്നു. അവർ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് നടിക്കുമ്പോൾ പോലും. ഇത് ഉപബോധ മനസ്സിൽ നിന്നും പ്രകടമാകുന്ന സഹാനുഭൂതിയാണ്. ആകർഷണത്തിൻ്റെ ഏറ്റവും ആഴമേറിയ മാനസിക സൂചനകളിൽ ഒന്നാണിത്. 6. ആരും ചോദിക്കാതെ തന്നെ അവർ നിങ്ങളെ സഹായിക്കുന്നു. പിന്തുണ എന്നത് താൽപ്പര്യത്തിൻ്റെ നിശബ്ദ ഭാഷയാണ്. നിങ്ങൾ അഭ്യർത്ഥിക്കുന്നതിന് മുമ്പ് അവർ നിങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നു. സൂക്ഷ്മമായ വഴികളിലൂടെ നിങ്ങളെ പ്രതിരോധിക്കുക. നിങ്ങളുടെ ജോലികൾ നിശബ്ദമായി എളുപ്പമാക്കുക. മനഃശാസ്ത്രപരമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ പെരുമാറ്റത്തെ സഹായിക്കുന്നത് വൈകാരിക ബന്ധം വർദ്ധിപ്പിക്കുന്നു. ആളുകൾ സ്വാഭാവികമായും അവർ ശ്രദ്ധിക്കുന്നവരെ സഹായിക്കുന്നു, പ്രത്യേകിച്ച് അവർക്ക് വ്യക്തമായ ഒരു പ്രയോജനമില്ലാത്തപ്പോഴും അവർ നിങ്ങളെ സഹായിക്കുന്നു. 7. അവർ അറിയാതെ തന്നെ നിങ്ങളെ അനുകരിക്കുന്നു. ഉപബോധ മനസ്സിൻ്റെ ഏറ്റവും ശക്തമായ അടയാളങ്ങളിൽ ഒന്നാണ് അനുകരണം. നിങ്ങളുടെ ഭാവങ്ങൾ പകർത്തുക, സമാനമായ വാക്കുകളോ ഭാവങ്ങളോ ഉപയോഗിക്കുക. നിങ്ങൾ പിന്നിലേക്ക് ചാരി നിൽക്കുമ്പോൾ അവരും ചാരി നിൽക്കുന്നു. നിങ്ങൾ മൃദുവായി സംസാരിക്കുമ്പോൾ അവർ ശബ്ദം താഴ്ത്തുന്നു. നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ അവർ ഒരു നിമിഷം കഴിഞ്ഞ് പുഞ്ചിരിക്കുന്നു. ഇതിനെല്ലാം അർത്ഥം തലച്ചോറ് അവർ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ്. ശരിക്കും ഇത് അനുകരണമല്ല, ഇത് വിന്യാസമാണ്. ഏതെങ്കിലും ഒരു അടയാളം മാത്രം ആകർഷണത്തെ അർത്ഥമാക്കുന്നില്ല, പക്ഷെ പാറ്റേണുകൾ അങ്ങനെ ചെയ്യുന്നു. കാലക്രമേണ ഒന്നിലധികം അടയാളങ്ങൾ സ്ഥിരമായി സംഭവിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ, അപ്പോഴാണ് മനഃശാസ്ത്രം അനുമാനങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന പ്രണയങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കില്ല. പെരുമാറ്റത്തിലൂടെയും ഊർജത്തിലൂടെയും ആവർത്തനത്തിലൂടെയും അവ മന്ത്രിക്കുന്നു. ഈ സിഗ്നലുകൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഊഹിക്കുന്നത് നിർത്തുന്നു, വ്യക്തതയോടെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.